ABC സ്പോർട്സിലേക്ക് സ്വാഗതം. സ്ട്രിങ് ചെയ്യുവാൻ വേണ്ടി ഷോപ്പിൽ വരുമ്പോൾ ചിലർക്കൊക്കെ ഉള്ള ഒരു ഡൗട്ടാണ്, ചില സ്ട്രിങ്ങുകൾ ഡ്യൂറബിൾ ആണ്, എന്നാൽ ചിലതൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു എന്നുള്ളത്. സ്ട്രിങ്ങുകളുടെ ഡ്യൂറബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് ഇനി പറയുന്ന കാര്യങ്ങളാണ്: തിക്നെസ്, മെറ്റീരിയൽ, സോഫ്റ്റ്, മീഡിയം, ഹാർഡ് ഫീലിംഗ്, പിന്നെ ലെയർ. തിക്നെസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 0.58 mm മുതൽ 0.75 mm വരെ തിക്നെസ് ഉള്ള സ്ട്രിങ്ങുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ സ്ട്രിങ്ങുകളുടെയും തിക്നെസ് വ്യത്യസ്തമാണ്. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ യോനെക്സ് BG65ഉം യോനെക്സ് എയറോസോണിക്കും ഒന്ന് നോക്കൂ. ഒന്ന് 0.70 mm ആണ്, മറ്റൊന്ന് 0.61 mm ആണ്. അടുത്തത് മെറ്റീരിയൽ. നൈലോൺ സിന്തറ്റിക് സ്ട്രിങ്സ് ആണ് നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത്. പിന്നെ നാച്ചുറൽ ആനിമൽ ഗട്ട് എടുത്ത് നിർമ്മിക്കുന്ന നാച്ചുറൽ സ്ട്രിങ്സ് ഉണ്ട്. അതുപോലെ ഓരോ കമ്പനികളും ഉപയോഗിക്കുന്ന നൈലോൺ മെറ്റീരിയൽ മൾട്ടി ഫിലമെന്റ്, പോളിഫൈബർ തുടങ്ങി വിവിധ തരത്തിലുള്ളവയാണ്. സോഫ്റ്റ്, മീഡിയം, ഹാർഡ് ഫീലിംഗ്. ഇത് വരുന്നത് സ്ട്രിങ്ങിന്റെ ഫീൽ ആണ്. സോഫ്റ്റ് ഫീൽ കൂടുതൽ വലിഞ്ഞു നിൽക്കും, അതുകൊണ്ട് തന്നെ അതിന് ഡ്യൂറബിലിറ്റി കൂടുതലും ഉണ്ടാകും. ലെയർ ഓരോ കമ്പനികളുടെയും സ്ട്രിങ്സിന്റെ കൺസ്ട്രക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില കമ്പനികളുടെ സ്ട്രിങ് കൂടുതൽ ലെയർ വരുന്നതാകും, മറ്റു ചിലത് കുറവായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ബേസ് ചെയ്താണ് സ്ട്രിങ്ങിന്റെ ഡ്യൂറബിലിറ്റി വരുന്നത്. ഇനി ഇതെല്ലാം എങ്ങനെ മനസ്സിലാകുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മിക്ക കമ്പനിക്കാരും അവരുടെ സ്ട്രിങ്ങുകളുടെ കവറിൽ ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ്ങും നിങ്ങളുടെ എക്സ്പീരിയൻസും ഒന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ABC സ്പോർട്സിലൂടെ.